ഷെയർ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ ഒരു ഷാർപ്പ് മൂവ് വരാനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മിക്ക ട്രേഡേഴ്സും ചെറിയൊരു ലോസ് അടിച്ച് ഇൻട്രസ്റ്റ് ഒക്കെ പോയിട്ട് ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ ഇങ്ങനെ മടുത്തിരിക്കുമ്പോൾ ലോകത്തിലെ പല സ്മാർട്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും ഒരു വലിയ മൂവിന് വേണ്ടി സൈലന്റ് ആയിട്ട് റെഡി ആവുകയാണ്. ഒരുപക്ഷെ അവരുടെ ഈ വർഷത്തെ മൊത്തം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ മൂവ്. ഈ കാണിക്കുന്ന ബോറിംഗ് അല്ലെങ്കിൽ എങ്ങോട്ടാ പോക്ക് എന്ന് പറയാൻ പറ്റാത്ത ഈ ഒരു പ്രൈസ് ആക്ഷൻ നിങ്ങളുടെ ചാർട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സിഗ്നൽ അല്ല, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ സമയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണ്. ഈ വീഡിയോയിൽ ആ ഒരു സയൻസ് എങ്ങനെ കറക്റ്റായിട്ട് വായിച്ചെടുക്കാം എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ വലിയ മൂവ് അവസാനം വരുമ്പോൾ വെറും ഒരു കാഴ്ചക്കാരനായിട്ട് മാറി നിൽക്കാതെ അതിന്റെ ശരിയായ സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകാൻ കഴിയും. മിക്ക ട്രേഡേഴ്സിന് ഇത് മിസ്സാവും, പക്ഷേ നിങ്ങൾക്ക് ഇത് മിസ്സാവില്ല. വീഡിയോ മുഴുവനായിട്ട് കാണുക. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ പോയിരുന്ന ഒരു സ്റ്റോക്ക് പെട്ടെന്ന് അവിടെ എങ്ങനെ സ്റ്റക്ക് ആവും. പ്രൈസ് അങ്ങനെ രണ്ട് കാണാൻ പറ്റാത്ത മതിലുകൾക്കിടയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടാൻ തുടങ്ങും. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് റിവേഴ്സ് ആവാൻ മാത്രം ഒന്ന് മൂവ് ചെയ്യും. എന്നിട്ട് ഇത് വീണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കും. വെറും കോയിൻസിഡൻസ് ആണ് എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയേക്കാം. മാർക്കറ്റ് പേഴ്സണലായിട്ട് നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന പോലെയും നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇതിനെയാണ് ചോപ്പി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് മിക്ക റീറ്റെയിൽ ട്രേഡേഴ്സും അവരുടെ അക്കൗണ്ട് കാലിയാക്കുന്നത്. വലിയ ലോസ് കൊണ്ടല്ല, പകരം 1000 ചെറിയ മുറിവുകൾ കൊണ്ട് അവരവരുടെ അക്കൗണ്ടുകൾ കാലിയാക്കും. ഒരു മുകളിലേക്കുള്ള മൂവ്മെന്റ് കണ്ട് നിങ്ങൾ ചതിക്കപ്പെടും, നിങ്ങൾ ബൈ ചെയ്യും, പക്ഷെ അപ്പൊ തന്നെ താഴേക്ക് വീഴുന്നത് കാണാം. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഡൗണിൽ ഷോർട്ട് ചെയ്യാൻ നോക്കും, പക്ഷെ അത് വീണ്ടും ആ ഒരു റേഞ്ചിന്റെ നടുവിലേക്ക് തന്നെ കയറി പോകും. ഈ ഒരു മൂവ്മെന്റുകൾ നിങ്ങളൊരു വലിയ വെറുപ്പുളവാക്കും, അല്ലെങ്കിൽ നിങ്ങളെ ക്ഷമയില്ലാത്തവരാക്കും. ആ ക്ഷമയില്ലായ്മ മോശം തീരുമാനങ്ങളിലേക്ക് നയിക്കും. ആ മോശം തീരുമാനങ്ങൾ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ് വരെ നിർത്തിപ്പോകാൻ പോകും. സാധാരണയായിട്ട് എപ്പോഴാണോ നിങ്ങളുടെ പോർട്ട്ഫോളിയോ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ആ ഒരു വലിയ മൂവ് തുടങ്ങുന്നത്, അതിന് തൊട്ടു മുമ്പായിരിക്കും നിങ്ങൾ നിർത്തിപ്പോകുന്നത്. പക്ഷെ ഈ ഒരു ഫ്രസ്ട്രേഷൻ അടുപ്പിക്കുന്ന സമയം നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ഡയറക്ഷനിലേക്കുള്ള ഒരു വലിയ മൂവ്മെന്റ് നടക്കുന്നത് കാണാൻ കഴിയും. ഈ ഒരു ഫ്രസ്ട്രേഷൻ അടുപ്പിക്കുന്ന സമയം സത്യത്തിൽ മാർക്കറ്റ് സൈക്കിളിന്റെ ഒഴിവാക്കാൻ പറ്റാത്തതും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിനെയാണ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. ഇതൊരു കോയിൻസിഡൻസ് അല്ല, ഇത് മാർക്കറ്റ് അതിന്റെ അടുത്ത മൂവിന് വേണ്ടി റെഡിയാവുന്നതാണ്. ബിഹൈൻഡ് ദ സീൻ എന്താണ് സംഭവിക്കുന്നത്? കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു താൽക്കാലിക ബാലൻസ് മാത്രമാണ്. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്കുള്ള ഒരു വലിയ മൂവ്മെന്റ് വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു നീക്കത്തെ ഒന്ന് ഡൈജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ചുരുട്ടി വെച്ച ഒരു സ്പ്രിംഗ് പോലെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഒരു പ്രൈസ് സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും ഇടയിൽ എത്ര നേരം കിടന്നിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് കളിക്കുന്നു, അത്രയും എനർജി അതിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ലാസ്റ്റ് ട്രെൻഡ് പിടിച്ച ട്രേഡേഴ്സ് അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടാവും. രണ്ടാമതായിട്ട് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് സൈലന്റ് ആയിട്ട് അവരുടെ പൊസിഷൻസ് ബിൽഡ് ചെയ്യുകയാണ്. ഓൾറെഡി അവർക്ക് മനസ്സിലായി സ്റ്റോക്ക് മുകളിലേക്ക് പോവുകയാണ്. പ്രൈസ് ഒറ്റയടി അവർ ഇപ്പോൾ ഒരു വലിയ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഒറ്റയടിക്ക് ആകാശത്തേക്ക് പറന്നു പോകുന്നത് പോലെ പോയേക്കും. അവർക്ക് വലിയ പ്രൈസിൽ ആ ഒരു സ്റ്റോക്കുകൾ വാങ്ങേണ്ടി വരും. അങ്ങനെ ആ പ്രൈസ് ഒറ്റയടിക്ക് മുകളിലേക്ക് വിടാതെ അവർക്ക് $1 ബില്യൺ ഒറ്റയടിക്ക് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അവർക്കതിന് പതുക്കെ ബൈ ചെയ്യാനേ പറ്റുകയുള്ളൂ. ഈ ഒരു റേഞ്ചിനകത്തുള്ള സൈലന്റ് ആയ സമയങ്ങളിൽ വാങ്ങുന്നതാണ് അവർക്ക് ഏറ്റവും നല്ല മെത്തേഡ്. അങ്ങനെ മറ്റു ട്രേഡേഴ്സിന് ഒരു സൂചനയും കിട്ടില്ല. കുറഞ്ഞ വോളിയം, ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയിൽ അങ്ങനെയൊക്കെ ഒരു മറ പിടിച്ച് അവർ വാങ്ങിക്കൂട്ടുകയാണ്. അവസാനമായിട്ട് മാർക്കറ്റിന് ഒരു കാറ്റലിസ്റ്റ് വേണ്ടി വരും. ആ ഒരു കാറ്റലിസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും ഈ ഒരു കൺസോളിഡേഷൻ പീരീഡിൽ. അതായത് ട്രേഡിംഗ്സ് റിപ്പോർട്ട്, ഒരു ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനം, അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു വലിയ ന്യൂസ്. ഒരു കൺസോളിഡേഷൻ റേഞ്ച് എത്രത്തോളം നീളമുള്ളതാണെന്നും ടൈറ്റ് ആണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രയും കൂടുതൽ എനർജി ബിൽഡ് ആവുകയാണ്, അത്രയും പവർഫുൾ ആയിരിക്കും ആ ഒരു റിപ്പോർട്ട്. അപ്പൊ നമ്മുടെ ആ ഒരു $1 ബില്യൺ ക്വസ്റ്റ്യൻ, വലിയ മൂവ് വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി. പക്ഷേ ഏത് ഡയറക്ഷനിലേക്കാണ്? മുകളിലേക്കാണോ അല്ലെങ്കിൽ താഴേക്കാണോ? ഒരു കൺസോളിഡേഷൻ പാറ്റേൺ തനിയെ നോക്കിയാൽ അത് ന്യൂട്രൽ ആണെന്ന് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. പക്ഷേ അത് ബുള്ളിഷോ അല്ലെങ്കിൽ ബെയറിഷോ എങ്ങോട്ടായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ക്ലൂ അതിനു മുമ്പ് വന്ന ട്രെൻഡിന്റെ കോണ്ടെക്സ്റ്റിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് സൈഡ് വേസ് ആവുന്നതിന് മുൻപ് ക്ലിയർ ആയിട്ടുള്ള സ്ട്രോങ് അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അപ്ട്രെൻഡിലായിരുന്നെങ്കിൽ അത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് അതിനുള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാരണം ആ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും വലിയ പ്ലെയേഴ്സ് എടുത്ത ആ ഒരു മൂവിന് മുമ്പ് കൂടുതൽ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടുന്ന ഒരു സമയമാണ്. മുമ്പ് പറഞ്ഞതുപോലെ അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടി അവർ തന്നെ ഒരുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി നേരെ മറിച്ച് മാർക്കറ്റ് സൈലന്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നെങ്കിൽ താഴോട്ടുള്ള ഒരു ബ്രേക്ക് ഡൗണിനാണ് ചാൻസ് കൂടുതൽ. ഒരു ഗ്യാപ്പ് പ്രൈസിനെ ഇനിയും താഴേക്ക് തള്ളിയിടുന്നതിന് മുമ്പ് സെല്ലേഴ്സ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നത് പോലെയാണ്. ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുക എന്നാണ്. പെട്ടെന്ന് അവരുടെ സ്റ്റോക്കുകൾ വിറ്റുമാറുന്നതിന് പകരം
കുറേശ്ശെയായിട്ട് ഒരു ചെറിയ പീരീഡ് കൊണ്ട് അവർ വിട്ടുമാറുകയും ബയേഴ്സിന് ഒരു റിവേഴ്സൽ ഹോപ്പ് ഒക്കെ കൊടുത്ത് അവരെ കൊണ്ട് ഈ സ്റ്റോക്കുകൾ വാങ്ങിച്ചതിന് ശേഷം താഴേക്കുള്ള ആക്ച്വൽ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കാണാൻ കഴിയുക. ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് 100% ഉറപ്പുള്ള കാര്യമൊന്നുമല്ല. ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷങ്ങളായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലിന് തൊട്ട് താഴെയാണ് നടക്കുന്നത്. അത് താഴോട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. കാരണം അത് ആളുകൾക്ക് സെല് ചെയ്യാനുള്ള ഒരു നാച്ചുറൽ ഏരിയ ആണ്. അതുകൊണ്ട് കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആ ഒരു ഞെക്കിപ്പിടിച്ച സ്പ്രിങ് പൊട്ടാൻ പോകുന്നു എന്നതിന്റെ സയൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കുറച്ച് സൂചനകൾ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ മനസ്സിലാക്കാൻ കഴിയും. ഒരെണ്ണത്തെ മാത്രം വിശ്വസിക്കരുത്. ഞാൻ എപ്പോഴും നോക്കുന്ന 4 സയൻസ് ഇതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാറ്. ഒന്നാമതായിട്ട് വോളിയം സിഗ്നേച്ചർ. ഇതാണ് എല്ലാത്തിനും വെച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലൂ. വോളിയം നിങ്ങളുടെ ട്രൂത്ത് ഡിറ്റക്ടറാണ്. ഒരു നല്ല കൺസോൾട്ടേഷനിൽ ട്രേഡിംഗ് വോളിയം കുറയണം, അത് സൈലന്റും കുറഞ്ഞതുമായിരിക്കണം. ഇത് മാർക്കറ്റിലെ ഒരു തീരുമാനമില്ലാത്ത അവസ്ഥയാണ് കാണിക്കുന്നത്. പിന്നീട് ആ പ്രൈസ് റേഞ്ചിൽ നിന്ന് പുറത്ത് കടക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വോളിയത്തിൽ ഒരു വലിയ സ്പൈക്ക് കാണണം. ഈ ഒരു കുതിപ്പ് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പണം ഇറക്കുന്നുണ്ടെന്നും ആ ഒരു മൂവിന് ഫ്യൂവൽ കൊടുക്കുന്നുണ്ടെന്നും നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയും. കുറഞ്ഞ അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള വോളിയത്തിലുള്ള ഒരു ബ്രേക്ക്ഔട്ട് ഒരു വലിയ ഒരു റെഡ് ഫ്ലാഗ് ആണ് നമുക്ക് കാണിക്കുന്നത്. പ്രൈസ് റിവേഴ്സ് ആവുന്നതിന് മുമ്പ് അക്ഷമരായിട്ടുള്ള ട്രേഡേഴ്സിനെ കൊടുക്കാൻ വേണ്ടി ഡിസൈഡ് ചെയ്ത ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് ആയിട്ട് ഇതിനെ നമ്മൾ കാണേണ്ടതുണ്ട്. രണ്ടാമത്തെ സൈൻ റേഞ്ച് കംപ്രഷൻ ആണ്. റേഞ്ചിന്റെ സ്ട്രക്ചർ നല്ലപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൺസോൾട്ടേഷൻ മുന്നോട്ട് പോകുമ്പോൾ ആ റേഞ്ച് കൂടുതൽ ടൈറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. ഹൈസ് കുറച്ച് താഴോട്ടും ലോസ് കുറച്ച് മുകളിലേക്കും വന്ന് പ്രൈസിനെ ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു പെനൻ ഷേപ്പിലേക്ക് ഒതുക്കും. ഈ ഒരു കംപ്രഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കൺമുന്നിൽ എനർജി ബിൽഡ് ആവുന്നതാണ്. എത്രത്തോളം ടൈറ്റ് ആവുന്നു അത്രത്തോളം എക്സ്പ്ലോസീവ് ആയിരിക്കും അതിന്റെ റിലീസ്. 20-35% കൂടുതൽ താഴേക്ക് പോവാത്ത ഒരു ഷാലോ റേഞ്ച് സാധാരണയായിട്ട് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. ഫെയിൽ ആവാനുള്ള ചാൻസ് കുറവായിരിക്കും. മൂന്നാമതായിട്ട് ഇൻഡിക്കേറ്റർ ഡാഷ്ബോർഡ്. പ്രൈസും വോളിയമാണ് മെയിൻ എങ്കിലും ചില ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് നല്ലൊരു കൺഫർമേഷൻ തരാൻ പറ്റും. 20 അല്ലെങ്കിൽ 50 പീരീഡ് സിമ്പിൾ മൂവിംഗ് ആവറേജ് നോക്കുക. കൺസോൾട്ടേഷൻ സമയത്ത് അവ ഫ്ലാറ്റ് ആവുകയും പലപ്പോഴും പ്രൈസിന്റെ ഇടയിലൂടെ കയറി പോവുകയും ചെയ്യും. ഇതൊരു നല്ല ട്രെൻഡ് അല്ല എന്ന് ക്ലിയർ ആയിട്ട് കാണിക്കുന്നു. മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ റെഡി ആകുമ്പോൾ അത് മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ വളയാൻ തുടങ്ങുന്നത് ഇത് കാണാൻ കഴിയും. ഇത് ഡയറക്ഷനെ പറ്റി ഒരു സൂചന ചെറുതായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നു. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അഥവാ RSI പ്രൈസ് പോലെ തന്നെ ഓയിലപ്പായി സാധാരണയായിട്ട് 40-ക്കും 60-ക്കും ഇടയിൽ ഒരു ന്യൂട്രൽ സോണിൽ സ്റ്റക്കായി നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇനി നാലാമതായിട്ട് സ്റ്റോപ്പ് ഹണ്ട്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സൈനാണ്. പ്രൊഫഷണൽസ് ശ്രദ്ധിക്കുന്ന ഒരു സൈനാണ്. പലപ്പോഴും റിയൽ മൂവ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു ഹെഡ് ഫേക്ക് നടത്താറുണ്ട്. അതായത് റേഞ്ചിന്റെ സപ്പോർട്ടിന് താഴേക്ക് ചെറുതായി ഒന്ന് ഡിപ്പ് ചെയ്യും. എന്നിട്ട് ആ റേഞ്ചിനകത്തേക്ക് ബൈ ചെയ്ത ശേഷം ട്രേഡേഴ്സിന്റെ എല്ലാ സ്റ്റോപ്പ് ലോസ് ഓർഡറുകളും ട്രിഗർ ചെയ്യിക്കും. അതിനുശേഷം വളരെ വേഗത്തിൽ തിരിച്ചു കയറി റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകും. ഈ ഒരു സ്റ്റോപ്പ് ഹണ്ട് ചെയ്യുന്നത് റിയൽ ബ്രേക്ക്ഔട്ട് തുടങ്ങുന്നതിന് മുമ്പ് വീക്ക് ആയിട്ടുള്ള ഹോൾഡേഴ്സിനെ മാർക്കറ്റിൽ നിന്ന് പുറത്താക്കാനാണ്. ഇങ്ങനെ ഒരു മൂവ്മെന്റ് കാണുമ്പോൾ നമുക്ക് റിയൽ മൂവ് തുടങ്ങാൻ പോകുന്നു എന്നതിന്റെ അസാധാരണമായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സിഗ്നലാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിന്റെ ഈ ഒരു സൈലന്റ് സ്റ്റേജുകൾ എങ്ങനെ വായിച്ചെടുക്കാം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ട്രേഡേഴ്സിനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നത് ഇതുപോലെയുള്ള റൂൾ ബേസ്ഡ് ഇമോഷൻസ് ഇല്ലാത്ത സ്ട്രാറ്റജികളാണ്. ഈ ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ട് തോന്നിയെങ്കിൽ ഇതിലും ഡീപ്പായിട്ടുള്ള സെറ്റപ്പുകൾ, റിസ്ക് മാനേജ്മെന്റ് ഗൈഡുകൾ, വീക്ക്ലി മാർക്കറ്റ് തോട്ട്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും ഇവിടെ ഉപയോഗിക്കുന്ന എക്സാക്ട് സ്ട്രാറ്റജികൾ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വളരെ ഉപയോഗപ്രദമാണ്. അപ്പം ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കാം. സാധാരണഗതിയിൽ ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷണലിന്റെ ബ്ലൂ പ്രിന്റ് എങ്ങനെയായിരിക്കും എന്നും കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒരു ബ്രേക്ക്ഔട്ട് വരുന്നുണ്ട് എന്ന് അറിയുന്നതും അതിൽ നിന്ന് ശരിക്കും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും രണ്ട് വേറെ കാര്യങ്ങളാണ്. ഇതിന് സ്ട്രിക്റ്റ് ആയ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു പ്ലാൻ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എക്സാക്ട് പ്ലാൻ വളരെ സിമ്പിൾ ആയിട്ട് ചെറിയ പോയിന്റുകളായിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രെഡിക്റ്റ് ചെയ്യരുത്, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. നിങ്ങളുടെ ജോലി ഡയറക്ഷൻ ഗസ് ചെയ്യുക എന്നല്ല, മാർക്കറ്റ് അതിന്റെ മൂവ് കാണിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഉറച്ച തീരുമാനത്തോടെ റിയാക്ട് ചെയ്യുക. രണ്ടാമതായിട്ട് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പ്രൈസ് റെസിസ്റ്റൻസ് മുകളിലേക്ക് തല കാണിക്കുമ്പോൾ തന്നെ ചാടി കയറി ബൈ ചെയ്യരുത്. ഇങ്ങനെയാണ് നിങ്ങൾ പല ഫേക്ക് ബ്രേക്ക്ഔട്ടുകളും കിട്ടുപോകുന്നത്. റേഞ്ചിന് പുറത്ത് ഒരു നല്ല ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വോളിയം ചെക്ക് ചെയ്യുക. ആ കാൻഡിൽ റേഞ്ചിന് പുറത്ത് ക്ലോസ് ചെയ്യുന്നത് കണ്ട നിമിഷം നിങ്ങൾ നേരെ വോളിയം ഇൻഡിക്കേറ്ററിലേക്ക് പോകണം. കൺസോൾട്ടേഷൻ സമയത്തെ ആവറേജ് വോളിയത്തേക്കാൾ വളരെ വലിയ ഒരു സ്പൈക്ക് ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു ബ്രേക്ക്ഔട്ട് കൺഫേംഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്മാർട്ട് മണി അതിന് പിന്നിലുണ്ട് എന്നാണ് ഈ ഒരു വോളിയം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ വോളിയം കുറവാണെങ്കിൽ അല്ലെങ്കിൽ അതിന് മോശമായിട്ട് കുറയുകയാണെങ്കിൽ നമ്മൾ മാറി നിൽക്കുക. അത് മിക്കവാറും ഒരു ട്രാപ്പ് തന്നെയാണ്. അപ്പോൾ ഇനി എൻട്രി എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ എക്സിറ്റ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. റിസ്ക് മാനേജ്മെന്റ് ആണെല്ലാം. ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് വെച്ച് പുതിയ ട്രെൻഡ് തുടങ്ങുമ്പോൾ അതിന്റെ 3, 4, 5 ഇരട്ടി റിസ്ക് റിവാർഡിൽ നിങ്ങൾക്ക് ഒരു നല്ല ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ കഴിയും.
അപ്പോൾ നിങ്ങളുടെ ഗെയിം പ്ലാൻ ഏതാണ്ട് സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. സൈലന്റ് അല്ലെങ്കിൽ ബോറിംഗ് ആയിട്ടുള്ള സൈഡ് വേസ് മാർക്കറ്റ് ശ്രദ്ധ തെറ്റിക്കാനുള്ള സമയമല്ല. അത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയമാണ്. കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു സ്പ്രിംഗ് പോലെ ചുരുങ്ങുകയും വീക്ക് ഹാൻഡ്സിൽ നിന്ന് സ്ട്രോങ് ഹാൻഡ്സിലേക്ക് സ്റ്റോക്കുകൾ കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഒരു വലിയ മൂവിന് വേണ്ടി എനർജി സ്റ്റോർ ചെയ്യുക ഈ ഒരു അവസരത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് ആ ഗെയിം പ്ലാൻ പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്തു പോകാം. ഒന്നാമതായിട്ട് കൺസോൾട്ടേഷനെ ഒരു പ്രിപ്പറേഷൻ ആയിട്ട് കാണുക, അല്ലാതെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആയിട്ട് നമ്മൾ കാണരുത്. രണ്ടാമത് ബ്രേക്ക്ഔട്ടിന്റെ ഡയറക്ഷൻ അറിയാനുള്ള നിങ്ങളുടെ മെയിൻ ക്ലൂ ആയിട്ട് അതിന് മുമ്പുള്ള ട്രെൻഡിനെ ഉപയോഗിക്കുക. മൂന്ന് ക്ലിയർ ആയിട്ടുള്ള സൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വോളിയം കുറയുന്നു, പ്രൈസ് റേഞ്ച് ടൈറ്റ് ആവുന്നു, ഇതൊരു വലിയൊരു വോളിയം സ്പൈക്കോടെ റേഞ്ചിന് പുറത്ത് ഒരു സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നു. അവസാനമായിട്ട് എപ്പോഴും പ്ലാനോട് കൂടി ട്രേഡ് ചെയ്യുക. ₹1 പോലും റിസ്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ എൻട്രി, സ്റ്റോപ്പ്, ടാർഗറ്റ് എന്നിവ ഡിഫൈൻ ചെയ്യുക. മറ്റെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഉപേക്ഷിച്ച് പോകുമ്പോൾ ആ ഒരു സൈലൻസിനെ അതിന്റെ യഥാർത്ഥത്തിൽ എന്താണ് പുറകിൽ മറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മാർക്കറ്റ് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങൾ ഈ ഒരു സെറ്റപ്പിൽ മാസ്റ്ററായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. അഡ്വാൻസ്ഡ് റിസ്ക് മാനേജ്മെന്റ് ടെക്നിക്സ് എന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും. നിങ്ങളൊരു സക്സസ്ഫുൾ ബ്രേക്ക്ഔട്ട് ട്രേഡിൽ എൻ്റർ ചെയ്താൽ അടുത്ത ചലഞ്ച് ആ ഒരു പ്രോഫിറ്റ് നിലനിർത്തുക എന്നതാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്ട്രാറ്റജികൾ കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.